ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. സംസ്ഥാനത്ത് ആദ്യമായി കോൾപ്പടവുകളിൽ ഉഴുന്ന് കൃഷി വിജയകരം. തൃശൂർ ജില്ലയിലെ മുണ്ടൂർ, പേരാമംഗലം മേഖലകളിലെ കോൾപ്പടവുകളിൽ സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ഉഴുന്നുപരിപ്പ് കൃഷിക്ക് വിളവെടുപ്പ് നടന്നു. നെൽകൃഷിക്ക് ശേഷം തരിശായി കിടക്കുന്ന കോൾഭൂമികളെ ഉൽപാദനക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ മാതൃകാപരമായ ഇടവിള കൃഷി പദ്ധതി. മുണ്ടൂർ താഴം കോൾപ്പടവിലും പേരാമംഗലം കറുക കോൾപ്പടവിലുമായി 212 ഏക്കർ വിസ്തൃതിയിലാണ് 100-ലധികം കർഷകർ ജൈവ കൃഷി രീതിയിൽ ഉഴുന്നും പയറും കൃഷി ചെയ്തത്. നെൽകൃഷിക്ക് ശേഷമുള്ള ഇടവേളയിൽ അധിക വരുമാനം കണ്ടെത്താനും ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നിലനിർത്താനുമുള്ള സാധ്യതകളാണ് പദ്ധതിയിലൂടെ തെളിയിക്കപ്പെട്ടത്. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം വിട്ടിട്ട് വേണം 56 കിലോമീറ്ററോളം താണ്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ജലസേചന സൗകര്യം സുഗമപ്രദമാക്കാൻ. അപ്പോൾ അതിൽ ഞങ്ങൾ വിജയിച്ചില്ല. തുടർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആശയം മാധ്യമത്തിലൂടെ അറിയുകയും അതിനെപ്പറ്റി അന്വേഷിക്കുകയും അതിന് ഞങ്ങൾക്ക് NCCF, അതുപോലെ തന്നെ ഇസാഫ് കോഓപ്പറേറ്റീവ്, പിന്നെ ഞങ്ങളുടെ സർവീസ് സഹകരണ സംഘം, കസ്റ്റഡിയനാണ് അവർ, അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, ഇതിനും നാട്ടുകാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് നൽകുകയും ആയതുപോലെ ഞങ്ങൾ 103 ഏക്കർ ഇതിൽ കൃഷി ചെയ്ത് ഏറെക്കുറെ വിളവെടുപ്പിന് തയ്യാറായിരിക്കുകയാണ്. ഇടവിള കൃഷിയുടെ പ്രധാന നേട്ടം കുറഞ്ഞ കാലയളവിൽ വിളവെടുപ്പ് സാധ്യമാകുന്നതാണ്. പയർ 45 ദിവസത്തിനുള്ളിലും ഉഴുന്ന് 60 ദിവസത്തിനുള്ളിലും വിളവെടുക്കാൻ കഴിയുന്നുവെന്നത് കർഷകർക്ക് ഏറെ പ്രയോജനകരമായി. തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ 216 ഏക്കർ ചെയ്തിട്ടുണ്ട്. 2 ഇടങ്ങളിലായിട്ട്, മുരിയാട് പാടശേഖരത്തും പേരാമംഗലം കോൾപ്പടവിലും. ഇതിന്റെ കാലാവധി ശരിക്ക് മാർച്ച് 30-ാം തീയതിയാണ് നമ്മൾ വിതച്ചത്. 65 ദിവസമാണ് ഇതിന്റെ കാലാവധി. പയർവർഗ്ഗങ്ങളിൽ വ്യത്യസ്തമായ കാലാവധിയാണ്. പയറിന് 45 ദിവസമുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനൊരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ നെൽകൃഷി കുറച്ച് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഇതിനെ വളരെ വിജയപ്രദമായ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിലൂടെ കോൾഭൂമികൾ ദീർഘകാലം തരിശായി കിടക്കുന്നത് ഒഴിവാക്കാനും അധിക കാർഷിക വരുമാനം ഉറപ്പാക്കാനും സാധിക്കും. കൈപ്പറമ്പ് പഞ്ചായത്ത്, ഇസാഫ് കോഓപ്പറേറ്റീവ്, മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്, കൃഷിവകുപ്പ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടാതെ ഇസാഫ് കോഓപ്പറേറ്റീവും ദേശീയ സഹകരണ ഉപഭോക്തൃ ഫെഡറേഷനും ചേർന്ന് വിത്തിനായി 50% സബ്സിഡി അനുവദിച്ചതും കർഷകർക്ക് വലിയ പ്രോത്സാഹനമായി. കോൾഭൂമികളിലെ ഇടവിള കൃഷി വിജയകരമായതോടെ സംസ്ഥാനത്തിന്റെ മറ്റ് കോൾ പ്രദേശങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ തുറന്നുകിട്ടിയിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഭക്ഷ്യസുരക്ഷയും കർഷക വരുമാന വർധനവും ഒരുപോലെ ലക്ഷ്യമിടുന്ന ഈ മാതൃക കേരള കാർഷിക മേഖലയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതായി അധികൃതർ വിലയിരുത്തുന്നു. ലോകം എത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.